ശാന്തി 7-5-26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. നിങ്ങൾക്ക് തന്നെയാണ് ബാബയിലൂടെ ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈശ്വരീയ മടിത്തട്ടിലാണ്. ചോദ്യം: രണ്ടാമതൊരു ധർമ്മമില്ലാത്ത അദ്വൈത രാജ്യത്തിൻ്റെ സ്ഥാപനയുടെ ആധാരം എന്താണ്? ഉത്തരം: യോഗബലം. ബാഹുബലത്തിലൂടെ ഒരിക്കലും അദ്വൈത രാജ്യത്തിൻ്റെ സ്ഥാപന ഉണ്ടാവുക സാധ്യമല്ല. ക്രിസ്ത്യൻസിൻ്റെ അടുക്കൽ അത്രയും ശക്തിയുണ്ട്. അഥവാ പരസ്പരം ഒത്തുചേർന്നാൽ മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാജ്യം ഭരിക്കാൻ സാധിക്കും. പക്ഷേ ഇത് നിയമം അനുശാസിക്കുന്നില്ല. വിശ്വത്തിൻ്റെ മേൽ ഒരു രാജ്യം സ്ഥാപിക്കുക എന്നത് ബാബയുടെ തന്നെ കാര്യമാണ്. ഗീതം: ആകാശ സിംഹാസനം ഉപേക്ഷിക്കൂ. ഓം ശാന്തി. കുട്ടികൾക്ക് ഓം ശാന്തിയുടെ അർത്ഥം വളരെയധികം തവണ മനസ്സിലാക്കിച്ചു തന്നു. ഓം എന്നാൽ ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. ഈ ശരീരം എൻ്റെ ഓർഗൻസാണ്. ആത്മാവായ ഞാൻ പരംധാം നിവാസിയാണ്. ഭാരതവാസികൾ വിളിക്കുന്നു, ഹേ ദൂരദേശത്ത് വസിക്കുന്നവനെ വരൂ. കാരണം ഭാരതത്തിൽ ഇപ്പോൾ വളരെയധികം ധർമ്മഗ്ലാനിയും ദുഃഖവും ഉണ്ടായിരിക്കുന്നു. അങ്ങ് വീണ്ടും വന്ന് ഗീതയുടെ ഉപദേശം കേൾപ്പിക്കൂ. ശിവ് ബാബ വരൂ എന്ന് ഗീതയ്ക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്. കാരണം ആ ഒന്ന് സർവരുടെയും പിതാവാണ്. ഭാരതവാസികളുടെ മേൽ വീണ്ടും മായയാകുന്ന രാവണന്റെ നിഴൽ വീണിരിക്കുന്നു. അതിനാൽ എല്ലാവരും ദുഃഖിതരും പതീതവുമാണ്. ഇങ്ങനെ പറയുന്നു, രൂപം മാറി വന്നാലും, അതായത് മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും എന്ന് വിളിക്കുന്നു. അപ്പോൾ മനുഷ്യരൂപത്തിൽ വരുന്നു. എൻ്റെ വരവ് ദിവ്യവും അലൗകികവുമാണ്. ഞാൻ ഗർഭത്തിൽ വരുന്നില്ല. ഞാൻ വരുന്നത് തന്നെ സാധാരണ വൃദ്ധ ശരീരത്തിലാണ്. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ എൻ്റെ നിരാകാര രൂപം മാറ്റി വരുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം പരംപിത പരമാത്മാവ് തന്നെയാണ്. കൃഷ്ണനെ ഒരിക്കലും പറയില്ല. ബാബ പറയുന്നു, ഞാൻ ഈ സാധാരണ ശരീരത്തിൽ വന്ന് നിങ്ങളെ വീണ്ടും സഹജ രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ ലോകം പതീതമായി മാറുന്നു, അപ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു. കലിയുഗത്തിൽ നിന്നും സത്യുഗം ആക്കുവാനായി ഞാൻ വരുന്നു. ബ്രഹ്മ, വിഷ്ണു, ശങ്കറിൻ്റെ ചിത്രവുമുണ്ട്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, ശങ്കറിലൂടെ വിനാശം, പിന്നെ വിഷ്ണുവിലൂടെ പാലന. ഈ ലക്ഷ്മി നാരായണൻ വിഷ്ണുവിൻ്റെ 2 രൂപമാണ്. ഇത് കുട്ടികളായ നിങ്ങൾ അറിയുന്നു. ബാബ വീണ്ടും രൂപം മാറി വന്നിരിക്കുന്നു. ആ ഒന്ന് നമ്മുടെ സുപ്രീം പിതാവുമാണ്, സുപ്രീം ടീച്ചറുമാണ്, സുപ്രീം ഗുരുവുമാണ്. മറ്റു ഗുരുക്കന്മാരെ സുപ്രീം എന്ന് പറയുകയില്ല. ഇതാകട്ടെ അച്ഛനും ടീച്ചറും ഗുരുവും 3മാണ്. ലൗകിക പിതാവാണെങ്കിൽ കുട്ടികളെ പാലിച്ച് പിന്നെ അവരെ സ്കൂളിലേക്ക് അയക്കുന്നു. പിതാവ് തന്നെ ടീച്ചറും ആയിരിക്കുന്നത് വിരളമായിരിക്കും. ഇതാർക്കും പറയുവാൻ സാധിക്കില്ല. എല്ലാ ആത്മാക്കളും എന്നെ വിളിക്കുന്നു ഗോഡ് ഫാദർ എന്ന് പറയുന്നു. അപ്പോൾ അത് ആത്മാവിൻ്റെ ഫാദറായി. ഈ ഗീതവും ഭക്തി മാർഗത്തിലേതാണ്. സത്യയുഗത്തിലാണെങ്കിൽ വിളിക്കേണ്ടി വരും വിധം മായ ഉണ്ടായിരിക്കുന്നില്ല. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖമാണ്. നിങ്ങൾക്കറിയാം, 5000 വർഷത്തിൻ്റെ ചക്രമാണ്. പകുതി കൽപ്പം സത്യയുഗവും ത്രേതായുഗവും ആയ പകൽ, പകുതി കൽപ്പം ദ്വാപരയും കലിയുഗവുമായ രാത്രി. നിങ്ങൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. ബ്രഹ്മാവിൻ്റെ അഥവാ ബ്രാഹ്മണരായ നിങ്ങളുടേത് തന്നെയാണ് രാത്രിയും പകലും എന്ന് പാടപ്പെട്ടിട്ടുള്ളത്.
പകലിൻ്റെയും രാത്രിയുടെയും ജ്ഞാനവും നിങ്ങൾ കുട്ടികൾക്കുണ്ട്. ലക്ഷ്മി നാരായണന് ഈ ജ്ഞാനമില്ല. ഇപ്പോൾ നിങ്ങൾ സംഗമത്തിലാണ്. ഇപ്പോൾ ഭക്തിമാർഗം പൂർത്തിയായി പകൽ ഉദിക്കുന്നു എന്നത് അറിയുന്നു. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്ക് ബാബയിലൂടെ ലഭിച്ചിരിക്കുന്നു. കലിയുഗത്തിൽ അഥവാ സത്യയുഗത്തിൽ ഈ ജ്ഞാനം ആർക്കും ഉണ്ടായിരിക്കുന്നില്ല. അതിനാൽ ബ്രഹ്മാവിൻ്റെ പകൽ, ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പാടപ്പെടുന്നു. നിങ്ങൾ ഇപ്പോൾ സൂര്യവംശി, ചന്ദ്രവംശി രാജ്യം നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പകുതി കൽപ്പത്തിന് ശേഷം നിങ്ങൾ രാജ്യം പാഴാക്കുന്നു. ഈ ജ്ഞാനം ബ്രാഹ്മണരായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കുമില്ല. നിങ്ങൾ ദേവതമാരായി മാറും. പിന്നെ ഈ ജ്ഞാനം നിലനിൽക്കില്ല. ഇപ്പോൾ രാത്രിയാണ്. ശിവരാത്രി എന്നും പാടപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ്റെയും രാത്രി എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ശിവന്റെ ജയന്തി, അതായത് ശിവന്റെ റീഇൻകാർണേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ബാബയുടെ ദിവസം ഏറ്റവും കുറഞ്ഞത് 1 മാസം ആഘോഷിക്കേണ്ടതാണ്. ആരാണോ മുഴുവൻ സൃഷ്ടിയെയും പതീതത്തിൽ നിന്നും പാവനമാക്കുന്നത്, ആ ഒന്നിൻ്റെ ഹോളിഡേ പോലും ആഘോഷിക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ സർവരുടെയും ലിബറേറ്ററാണ്. ഗൈഡായി സർവരെയും കൊണ്ടുപോകുന്നു. ഇപ്പോൾ നിങ്ങൾ രാജയോഗം പഠിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം നൽകിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ രൂപം എന്താണ്? ഇതും ആർക്കും അറിയില്ല. ബാബ പറയുന്നു, ആത്മാവാകുന്ന നിങ്ങൾ പെരുവിരലിന് സമാനവുമല്ല, അഖണ്ഡ ജ്യോതിയെ പോലെയുമല്ല. നിങ്ങൾ സ്റ്റാറാണ്, ബിന്ദുവിനെ പോലെ. ആത്മാവാകുന്ന ഞാനും ബിന്ദുവാണ്. എന്നാൽ ഞാൻ പുനർജന്മത്തിൽ വരുന്നില്ല. എൻ്റെ മഹിമ തന്നെ വേറെയാണ്. ഞാൻ സുപ്രീം ആയത് കാരണം ജനന മരണത്തിൻ്റെ ചക്രത്തിൽ വരുന്നില്ല. നിങ്ങൾ ആത്മാക്കൾ ശരീരത്തിൽ വരുന്നു. അപ്പോൾ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഞാൻ ഈ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് ലോണായി എടുത്തിരിക്കുകയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളും ആത്മാവാണ്. എന്നാൽ നിങ്ങൾ സ്വയം ആത്മാവാണ് ഞാൻ എന്ന് റിയലൈസ് ചെയ്യുന്നില്ല. ആത്മാവ് തന്നെയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. ദുഃഖത്തിൽ എപ്പോഴും ഓർമ്മിക്കുന്നു, ഹേ ഭഗവാനെ, ഹേ ദയാഹൃദയനായ ബാബ, ദയവ് കാണിക്കൂ. ദയവ് യാചിക്കുന്നു. കാരണം ആ ബാബ തന്നെയാണ് നോളജ്ഫുൾ, ബ്ലിസ്ഫുൾ, പ്യൂരിറ്റിഫുൾ. ജ്ഞാനത്തിലും ഫുള്ളാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. മനുഷ്യന് ഈ മഹിമ നൽകാൻ സാധിക്കില്ല. മുഴുവൻ ലോകത്തിലും ബ്ലിസ് ഉണ്ടാക്കുക ഇത് ബാബയുടെ തന്നെ കാര്യമാണ്. ആ ഒന്ന് രചയിതാവാണ്. ബാക്കി സർവരും രചനയാണ്. ക്രിയേറ്റർ രചനയെ ക്രിയേറ്റ് ചെയ്യുന്നു. ആദ്യം സ്ത്രീയെ അഡോപ്റ്റ് ചെയ്യുന്നു, പിന്നെ അതിലൂടെ രചനയെ രചിക്കുന്നു, പിന്നെ അവരിലൂടെ പാലനയും ചെയ്യുന്നു. വിനാശം ചെയ്യുന്നില്ല. ഈ പരിധിയില്ലാത്ത ബാബ വന്ന് സ്ഥാപനയും പാലനയും വിനാശവും ചെയ്യിക്കുന്നു. ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ പാലന ചെയ്യിക്കുന്നു. സത്യയുഗത്തിൻ്റെ ആദിയിൽ പെട്ടെന്ന് രാജധാനി സ്ഥാപിതമാകുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവർ കേവലം തങ്ങളുടെ ധർമ്മം സ്ഥാപിക്കുന്നു. പിന്നെ എപ്പോഴാണോ ലക്ഷങ്ങളുടെയും കോടികളുടെയും സംഖ്യയിൽ വർധന ഉണ്ടാകുന്നത്, അപ്പോൾ രാജധാനി ഉണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ബാഹുബലത്തിലൂടെ ഒരിക്കലും ആർക്കും വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിക്കാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ക്രിസ്ത്യൻസിനും ഇത്രയും ശക്തിയുണ്ട്. അവർ പരസ്പരം ഒന്നു ചേരുകയാണെങ്കിൽ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കാൻ സാധിക്കും. എന്നാൽ ബാഹുബലത്തിലൂടെ വിശ്വത്തിൻ്റെ മേൽ രാജ്യം നേടുക എന്നത് നിയമം അനുശാസിക്കുന്നില്ല. ബാഹുബലമുള്ളവർ വിശ്വത്തിൻ്റെ അധികാരി ആവുക എന്ന നിയമം ഡ്രാമയിൽ ഇല്ല.
ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം യോഗബലത്തിലൂടെ എന്നിലൂടെ തന്നെയാണ് ലഭിക്കുന്നത്. അവിടെ പാർട്ടീഷൻ ഒന്നുമില്ല. ഭൂമി, ആകാശം എല്ലാം നിങ്ങളുടേതായിരിക്കും. നിങ്ങളെ ആർക്കെങ്കിലും ടച്ച് ചെയ്യുവാൻ സാധിക്കില്ല. അതിനെ പറയുന്നത് അദ്വൈത രാജ്യം എന്നാണ്. ഇവിടെയാണെങ്കിൽ അനേകം രാജ്യമുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, 5000 വർഷത്തിനു ശേഷം കുട്ടികളായ നിങ്ങളെ ഈ രാജയോഗം പഠിപ്പിക്കുന്നു. കൃഷ്ണൻ്റെ ആത്മാവ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ ആദ്യ നമ്പറിലെ പ്രിൻസ് ആയിരുന്നു. കൃഷ്ണൻ ഈ സമയം 84 ജന്മങ്ങളുടെ അന്തിമത്തിൽ വന്ന് ബ്രഹ്മാവ് ആയിരിക്കുന്നു. സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ബാബ വീണ്ടും സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേകം ധർമ്മങ്ങളുടെ വിനാശം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകും. ഭാരതം തന്നെയാണ് 100% സോൾവെൻറ്റും ധർമ്മശ്രേഷ്ഠവും ആയിരുന്നത്. ദേവതമാരുടെ കർമ്മവും ശ്രേഷ്ഠമായിരുന്നു. അവരുടെ മഹിമ തന്നെയാണ് സർവഗുണസമ്പന്നം എന്നൊക്കെ പാടപ്പെട്ടിട്ടുള്ളത്. ആദ്യം പവിത്രമായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. വീണ്ടും ബാബ വന്ന് സ്ത്രീയെയും പുരുഷനെയും രണ്ടുപേരെയും പവിത്രമാക്കുന്നു. രക്ഷാബന്ധൻ്റെ ഉത്സവം ഇത്രയും എന്തുകൊണ്ട് ആഘോഷിക്കുന്നു? ഇതാർക്കും അറിയില്ല. ബാബ തന്നെ വന്ന് പ്രതിജ്ഞ എടുപ്പിച്ചിരുന്നു, അന്തിമ ജന്മത്തിൽ നിങ്ങൾ രണ്ടുപേരും പവിത്രമായിരിക്കൂ. സന്യാസിമാരുടെ ധർമ്മം തന്നെ വേറെയാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം. ഇത് നിങ്ങളെക്കുറിച്ചുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പാതിരിമാർ നടക്കുമ്പോൾ കണ്ണുകൾ ഒരു ഭാഗത്തായിരിക്കുന്നു, മറ്റാരുടെയും നേർക്ക് നോക്കുന്നില്ല. നൺസ് ഉണ്ടല്ലോ, അവർ ക്രൈസ്റ്റിനെ ഓർമ്മിക്കുന്നു. ക്രൈസ്റ്റ് ഗോഡിൻ്റെ കുട്ടിയായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്ക് വെള്ള വസ്ത്രവും മറ്റുമായി കണക്ഷനില്ല. നിങ്ങൾ ആത്മാവാണ്. നൺ ബട്ട് വൺ. ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. സത്യമായ നൺസ് നിങ്ങളാണ്. നിങ്ങൾക്ക് സമ്പത്ത് ആ ബാബയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ആ ഒന്നിനെ ഓർമ്മിക്കുമ്പോൾ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. അതിനാൽ ബാബയുടെ ആജ്ഞയാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ. ആത്മാവാണ് എന്ന നിശ്ചയം ഇല്ലാത്തത് കാരണം നൺസ് പിന്നെ ക്രൈസ്റ്റിനെ ഓർമ്മിക്കുന്നു. ഗോഡ് ആരാണ് ഇതറിയുന്നില്ല. ആദ്യം വരുന്ന ഭാരതവാസികൾ ആരാണോ അവർ അറിയുന്നില്ല. ലക്ഷ്മി നാരായണന് ഈ സൃഷ്ടിയുടെ ജ്ഞാനമില്ല. അവർ ത്രികാലദർശിയല്ല. ത്രികാലദർശി ബ്രാഹ്മണരായ നിങ്ങളാണ് ആകുന്നത്. നിങ്ങളെ ബാബ കൗടിയിൽ നിന്നും മാറ്റി വജ്രതുല്യമാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ മടിത്തട്ടിലാണ്. നിങ്ങളുടെ ഈ അന്തിമ ജന്മം വളരെ അമൂല്യമാണ്. വിശേഷിച്ച് ഭാരതത്തിൻ്റെയും പൊതുവായി ലോകത്തിൻ്റെയും ആത്മീയ സേവനം നിങ്ങൾ ചെയ്യുന്നു. ബാക്കി അവരാണെങ്കിൽ ഭൗതികമായ സോഷ്യൽ വർക്കേഴ്സാണ്. നിങ്ങൾ ആത്മീയമാണ്. നിങ്ങളെ പഠിപ്പിക്കുന്നത് സുപ്രീം ആത്മാവാണ്. ഓരോ ആത്മാവിനോടും പറയൂ, ബാബയെ ഓർമ്മിക്കൂ. ബാബയെ തന്നെയാണ് പതീത പാവനൻ എന്ന് പാടപ്പെടുന്നത്. നിങ്ങൾ വീഴുന്നതിന് 84 ജന്മമെടുത്തു. വീണ്ടും കയറുന്നതിൽ 1 സെക്കൻഡ് എടുക്കുന്നു. ഇത് നിങ്ങളുടെ ഈ മൃത്യുലോകത്തിലെ അന്തിമ ജന്മമാണ്. മൃത്യുലോകം മൂർദാബാദ്, അമരലോകം സിന്ദാബാദ് ആകേണ്ടതുണ്ട്. ഇതിനെ അമരകഥ എന്ന് പറയുന്നു. അമരമായ ബാബ വന്ന് അമര ആത്മാക്കളായ നിങ്ങളെ അമരയുഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അമരകഥ കേൾപ്പിക്കുന്നു. ബാബ പറയുന്നു, ശരി, മറ്റു കാര്യങ്ങൾ മറന്നു പോവുകയാണ് എങ്കിൽ കേവലം സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് ഒരു പിതാവായ എന്നെ ഓർമ്മിക്കൂ. ബുദ്ധിയുടെ യോഗം ഞാനുമായി ചേർക്കൂ. എങ്കിൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. നിങ്ങൾ പുണ്യ ആത്മാവായി മാറും.
നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. ഇത് പുതിയ കാര്യമല്ല. 5000 വർഷത്തിനു ശേഷം ബാബ വന്ന് നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു. രാവണൻ പിന്നെ ശാപം നൽകുന്നു. ഇതാണ് കളി. ഭാരതത്തിൻ്റെ തന്നെ കഥയാണ്. ഈ കാര്യങ്ങൾ ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഒരു വേദശാസ്ത്രങ്ങളിലും ഇല്ല. അതിനാൽ ഗോഡ് ഫാദറിനെ തന്നെയാണ് നോളജ്ഫുൾ, പീസ്ഫുൾ, ബ്ലിസ്ഫുൾ എന്ന് പറയുന്നത്. നിങ്ങളെയും തനിക്ക് സമാനം ആക്കി മാറ്റുന്നു. നിങ്ങളും പൂജ്യരായിരുന്നു, പിന്നെ പൂജാരിയാകുന്നു. താങ്കൾ തന്നെ പൂജ്യൻ, താങ്കൾ തന്നെ പൂജാരി. ഇത് ഭഗവാനെക്കുറിച്ചല്ല, ഭാരതവാസികളായ നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ ആദ്യം കേവലം ഒരു ശിവന്റെ ഭക്തി ചെയ്തിരുന്നു. അവ്യഭിചാരി ഭക്തി ചെയ്ത് പിന്നെ ദേവതമാരുടെ ഭക്തി ആരംഭിച്ചു. പിന്നെ താഴേക്കിറങ്ങി വന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ദേവീ ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. ആരാണോ കുറച്ച് പഠിക്കുന്നത് അവർ പ്രജാപദവിയിലേക്ക് പോകും. ആരാണോ നല്ല രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവർ രാജപദവിയിൽ വരും. പ്രജകളാണെങ്കിൽ അനേകം തയ്യാറാകുന്നു. ഒരു മഹാരാജാവിന് ലക്ഷങ്ങളുടെ കോടികളുടെ സംഖ്യയിൽ പ്രജകളുണ്ടാകും. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നത് തന്നെ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെയാണ്. മാലയിൽ ആരെല്ലാമാണ് വരാൻ പോകുന്നത് എന്ന് പുരുഷാർത്ഥത്തിലൂടെ അറിയാൻ കഴിയുന്നു. പ്രജയിലും ചിലർ ദരിദ്രവും ചിലർ ധനികരുമാകുന്നു. ഭക്തി മാർഗത്തിൽ ഈശ്വരാർത്ഥം ദാനം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഈശ്വരൻ്റെ അടുക്കൽ ഇല്ലെന്നാണോ? അല്ലെങ്കിൽ കൃഷ്ണ അർപ്പണം എന്ന് പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ നടക്കുന്നത് ഈശ്വരാർപ്പണമാണ്. മനുഷ്യർ എന്തെല്ലാം ചെയ്യുന്നോ അതിനുള്ള ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. ഒരു ജന്മത്തേക്കാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് നൽകുവാൻ. എനിക്ക് വേണ്ടി ഡയറക്റ്റായി എന്തെല്ലാം ചെയ്യുന്നുവോ അപ്പോൾ 21 ജന്മത്തേക്ക് വേണ്ടി അതിനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകുന്നു. ഇൻഡയറക്റ്റായി ചെയ്യുകയാണ് എങ്കിൽ ഒരു ജന്മത്തേക്ക് വേണ്ടി അല്പകാലത്തേക്കുള്ള സുഖം ലഭിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങളുടേതായ ഇവയെല്ലാം തന്നെ മണ്ണിനോട് ചേരേണ്ടതുണ്ട്. അതിനാൽ ഇതിനെ സഫലമാക്കൂ. നിങ്ങൾ ഈ ആത്മീയ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി തുറക്കൂ. അവിടെ നിന്നും എല്ലാവരും എവർ ഹെൽത്തിയും എവർ വെൽത്തിയുമാകും. ഇതിലൂടെ വളരെയധികം ഇൻകം ഉണ്ടാകുന്നു. യോഗത്തിലൂടെ ഹെൽത്തും ചക്രത്തെ അറിയുന്നതിലൂടെ വെൽത്തും. അപ്പോൾ ഓരോ വീട്ടിലും ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി കം ഹോസ്പിറ്റൽ തുറന്നുകൊണ്ടിരിക്കൂ. വലിയ വ്യക്തിയാണ് എങ്കിൽ വലുത് തുറക്കും. അവിടെ വളരെ പേർക്ക് വരാൻ സാധിക്കും. ബോർഡിൽ എഴുതൂ, നേച്ചർ ക്യൂറിൻ്റെ ആൾക്കാർ എഴുതുന്നത് പോലെ. ബാബ മുഴുവൻ ലോകത്തിൻ്റെയും നേച്ചറിനെ മാറ്റി പ്യോറാക്കി മാറ്റുന്നു. ഈ സമയം എല്ലാം ഇംപ്യോറാണ്. മുഴുവൻ ലോകത്തെയും എവർ ഹെൽത്തിയും എവർ വെൽത്തിയും ആക്കുന്നവൻ ബാബയാണ്. ആ ഒന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളാണ് മോസ്റ്റ് സ്വീറ്റ് ചിൽഡ്രൻ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഈ അമൂല്യ ജീവിതത്തെ ആത്മീയ സേവനത്തിൽ വിനിയോഗിക്കണം. വിശേഷിച്ച് ഭാരതത്തിൻ്റെയും പൊതുവായി മുഴുവൻ ലോകത്തിൻ്റെയും സേവനം ചെയ്യണം. തൻ്റെ സർവ്വതും സഫലമാക്കുന്നതിനായി ഡയറക്റ്റ് ഈശ്വരാർത്ഥം അർപ്പിക്കണം. ആത്മീയ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും തുറക്കണം. വരദാനം: ഏകരസ സ്ഥിതിയിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യുന്ന സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. എപ്പോഴാണോ ഇന്ദ്രിയങ്ങളുടെ ആകർഷണത്തിൽ നിന്നും
സംബന്ധങ്ങളുടെ ആകർഷണത്തിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോൾ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങൾക്ക് വശപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ആകർഷണങ്ങൾ അതീന്ദ്രിയ സുഖവും ഹർഷവും നേടിത്തരുന്നതിൽ ബന്ധനം ഇടുന്നു. എന്നാൽ എപ്പോഴാണോ ബുദ്ധി സർവ ആകർഷണങ്ങളിൽ നിന്നും മുക്തമായി ഒരു ലക്ഷ്യസ്ഥാനത്ത് നിലനിൽക്കുന്നത്, ചഞ്ചലതകൾ സമാപ്തമാകുന്നത്, അപ്പോൾ ഏകരസ അവസ്ഥ ഉണ്ടാകുന്നതിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുന്നു. സ്ലോഗൻ: തൻ്റെ ബുദ്ധിയുടെ ലൈൻ സദാ ക്ലിയർ ആക്കി വയ്ക്കൂ. അപ്പോൾ പരസ്പരം മനസ്സിലെ ഭാവങ്ങൾ മനസ്സിലാകും. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചഞ്ചലതയിൽ അചഞ്ചലമായിരിക്കുക. ഇതുതന്നെയാണ് ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാക്കളുടെ അടയാളം. ലോകം ചഞ്ചലതയിൽ ആയിരുന്നാലും ശ്രേഷ്ഠ ആത്മാക്കളായ താങ്കൾ ചഞ്ചലതയിൽ വരുക സാധ്യമല്ല. എന്തുകൊണ്ട്? ഡ്രാമയുടെ ഓരോ സീനിനെയും അറിയുന്നു. നോളജ്ഫുള്ളായ ആത്മാക്കൾ, പവർഫുള്ളായ ആത്മാക്കൾ സദാ സ്വതവേ തന്നെ അചഞ്ചലമായി ഇരിക്കുന്നു. അപ്പോൾ ഒരിക്കലും വായുമണ്ഡലത്തെ ഭയപ്പെടരുത്. സദാ നിർഭയർ ആയിരിക്കൂ. ഓം ശാന്തി. ഞാൻ ആത്മാവ് ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തമാണ്. പീസ് ഹൗസാണ്. ശാന്തിയുടെ സ്വരൂപമാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിക്കുകയാണ്. പരമധാമത്തിൽ ശാന്തിയുടെ സാഗരമായ പരമജ്യോതിസായ ശിവബാബയിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ആ കിരണങ്ങൾ ഇപ്പോൾ താഴേക്ക് വരികയാണ്. എന്നിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് നാനാഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെ ഈ തരംഗങ്ങൾ എത്തിച്ചേരുകയാണ്.
മുഴുവൻ വിശ്വത്തിലും അനേകം ആത്മാക്കൾ അനേകം കാരണങ്ങളാൽ അശാന്തിയുടെ ജ്വാലയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തിയുടെ ഈ തരംഗങ്ങൾ ശീതളമായ വൈബ്രേഷൻസ് 4 ഭാഗത്തും വ്യാപിച്ച് ആ ആത്മാക്കളുടെ ചിത്തത്തിലെ അശാന്തിയുടെ അഗ്നിയെ അണയ്ക്കുന്നു. ആ സർവ ആത്മാക്കളുടെയും മനസ്സ് ശാന്തമായി കൊണ്ടിരിക്കുന്നു. പരമാത്മാ ശാന്തി എന്നിൽ നിറഞ്ഞ് 4 ഭാഗത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ വിശ്വത്തിലും ഡീപ് സൈലൻസ് രചിക്കപ്പെടുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. സൂക്ഷ്മലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഞാൻ ബാപ്ദാദയുടെ കൂടെയാണ്. ബാബയുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ ലോകത്തിൽ വ്യാപിക്കുന്നു. ശാന്തിയുടെ സാഗരത്തിൻ്റെ ശാന്തിയുടെ സമ്പൂർണ്ണ പ്രവാഹം വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളിലും എത്തിച്ചേരുന്നു. ഞാനും ബാബയുടെ കൂടെ പീസ് ഹൗസായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എൻ്റെ മസ്തകത്തിൽ നിന്നും എൻ്റെ നയനങ്ങളിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങൾ മുഴുവൻ ലോകത്തിലും വ്യാപിക്കുകയാണ്.
സൂക്ഷ്മ ലോകത്തിൽ നിന്നും ബാബ് ദാദയോടൊപ്പം ഞാനും ശാന്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. ലോകത്തിലെ അനേകം ആത്മാക്കൾ ശാന്തിയുടെ അനുഭവം നേടി ശാന്തിയുടെ സാഗരമായ ബാബയിലേക്ക് ആകർഷിതരാകുന്നു. ഇപ്പോൾ ഞാൻ തിളങ്ങുന്ന മണിയായ ആത്മാവ് സൂക്ഷ്മ ദേഹത്തിൽ നിന്നും വേർപെട്ട് ശാന്തിധാമം ആകുന്ന എൻ്റെ ആത്മഗ്രഹത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ശാന്തിധാമത്തിലാണ്. ഇവിടെ 4 ഭാഗത്തും അസീമമായ ശാന്തിയാണ്. എൻ്റെ ചിത്തം സമ്പൂർണ്ണ ശാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ശാന്തിയുടെ സാഗരത്തെ ഞാൻ ദർശിക്കുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അനന്ത കിരണങ്ങൾ താഴെ മുഴുവൻ ലോകത്തിലേക്കും വ്യാപിക്കുകയാണ്. ഞാൻ ആത്മാവ് മാസ്റ്റർ ശാന്തി സാഗരമാണ്. ശാന്തി സാഗരമായ ബാബയോടൊപ്പം മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ ഈ വൈബ്രേഷൻസ് സർവ ആത്മാക്കളെയും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു.
ലോകത്തിൽ നിന്നും അശാന്തി മാഞ്ഞു പോവുകയാണ്. ശാന്തിയുടെ തരംഗങ്ങൾ പ്രാപ്തമാക്കി എല്ലാ ആത്മാക്കളുടെയും ചിത്തം ശാന്തമാകുന്നു. അന്തരീക്ഷം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങൾ നിറഞ്ഞ് സമ്പൂർണ്ണ ശാന്തമാകുന്നു. ഞാനും ശാന്തി സാഗരവുമായി കമ്പൈൻഡ് ആയിരിക്കുന്നു. എന്നിലും സമ്പൂർണ്ണ ഈശ്വരീയ ശാന്തിയുടെ നിറവ് ഞാൻ അനുഭവിക്കുന്നു. പരമാത്മാ ശാന്തിയാൽ നിറഞ്ഞിരിക്കുന്ന ഞാൻ ആത്മാവ് താഴേക്ക് വരുന്നു. സൂക്ഷ്മ ലോകത്തിലേക്ക്, എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയാണ്. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും ശാന്തിയുടെ പ്രകാശം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ഫരിഷ്തയായ ഞാൻ ശാന്തിയുടെ പ്രകാശം നാനാഭാഗത്തും വ്യാപിപ്പിച്ചുകൊണ്ട് താഴേക്ക് വരുന്നു. ആകാശം മുഴുവൻ ശാന്തിയുടെ തരംഗങ്ങളായി നിറയുന്നു. മുഴുവൻ പ്രകൃതിയും ശാന്തിയുടെ കിരണങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫരിഷ്തയായ ഞാൻ എൻ്റെ സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ ശാന്തിയുടെ ഫരിഷ്തയായി ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദേഹം മുഴുവൻ ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ വ്യാപിച്ച് സർവ കർമ്മേന്ദ്രിയങ്ങളും സമ്പൂർണ്ണ ശീതളവും ശാന്തവും ആകുന്നു. ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയുന്നു. എൻ്റെ ശരീരവും മനസ്സും ശാന്തിയുടെ ശക്തിയാൽ സമ്പന്നം ആയിരിക്കുന്നു.